ഹായ് മക്കളെ, കേരളത്തിലെ SSLC വിദ്യാർത്ഥികളുടെ മോഡൽ എക്സാം ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനൊന്ന് മാറി നിൽക്കാം, നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് ഈ ഒരു ടൈം ടേബിളിലൂടെ ഒന്ന് ഓടിച്ചു പോവാം. ആൻഡ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ടൈം ടേബിൾ കണ്ടപ്പം ആദ്യം തോന്നിയത് നല്ല സങ്കടവും നിരാശയായിരുന്നു നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണോ മോഡൽ എക്സാം നടത്തുന്നത് ആ ഒരു ഉദ്ദേശത്തെ തന്നെ എന്താണ് തട്ടിക്കളഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടൈം ടേബിൾ ഉള്ളത്. ശരിക്കും എന്തിനാണ് മോഡൽ എക്സാം നടത്തുന്നത്? അതായത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന SSLC വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള SSLC ഫൈനൽ എക്സാമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല രീതിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ മക്കളുണ്ട്, ഏറെക്കുറെ പഠിച്ച് തീരാറായ മക്കളുണ്ട്, ജസ്റ്റ് പഠിച്ചു തുടങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. സോ ഇതുവരെയുള്ള തങ്ങളുടെ പ്രിപ്പറേഷൻ ഏതുവരെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ SSLCക്ക് ഫുൾ A+ കിട്ടാനുള്ള രീതിയിലാണോ നമ്മൾ ഇതുവരെയുള്ള പ്രിപ്പറേഷൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ശരിക്കും മോഡൽ എക്സാം. അതിൻ്റെ പേര് തന്നെ അങ്ങനെയല്ലേ. ആൻഡ് ഈ ഒരു മോഡൽ എക്സാം ആയിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരുവിധം ഒരു സ്കൂളും പിന്നെ പരീക്ഷകളൊന്നുമില്ല, ഡയറക്റ്റ് വരാൻ പോകുന്നത് SSLC ഫൈനൽ എക്സാം ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക മക്കളെ. അതായത് ഒരേ ദിവസം തന്നെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എക്സാം, അല്ലെങ്കിൽ പാഠങ്ങൾ 14 പാഠങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചത് ശരിയായിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ അത് ശരിക്കുള്ളൊരു മെത്തേഡാണോ? അതിപ്പോൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയാണെന്ന് തന്നെ കരുതട്ടെ, ഒരൊറ്റ ദിവസം ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെ എക്സാം കൊണ്ടുവച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ബൈഹാർട്ട് ചെയ്യേണ്ട 2 സബ്ജക്റ്റുകളായിട്ടുള്ള സോഷ്യലും ബയോളജിയും ഒരേ ദിവസമാണ്. എത്ര പഠിച്ചു കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും എനിക്കുറപ്പാണ് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. ആൻഡ് ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? മോഡൽ എക്സാം കഴിയുന്നു, മാർക്ക് നന്നായിട്ട് കുറയുന്നു, കുട്ടികളുടെ ടെൻഷൻ കൂടുന്നു. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസത്തോടു കൂടി നമ്മുടെ ഫൈനൽ എക്സാം നടക്കാൻ പോവാണ്. അതായത് മോഡൽ എക്സാം ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഒരു ദിവസം ഒരു പരീക്ഷയെങ്കിലും നിങ്ങൾക്ക് വെച്ചുകൂടെ. അതായത് 19-ന് തുടങ്ങുന്നത്, കുറച്ച് നേരത്തെ തുടങ്ങിയാലും വലിയ പ്രശ്നങ്ങളൊന്നും ശരിക്കില്ല. അതായത് ആ ഒരു പ്രിപ്പറേഷൻ റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് മോഡൽ എക്സാം എങ്കിൽ ഒരു സംശയമില്ല, ഇതിൽ നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ റെഡിയാണോന്ന് മനസ്സിലാവില്ല. കുട്ടികളുടെ കോൺഫിഡൻസ് കുറയുകയും ചെയ്യാണ് ചെയ്യുക. 9 വിഷയങ്ങൾ 5 ദിവസം കൊണ്ട് തിങ്കളാഴ്ച തുടങ്ങി വെള്ളിയാഴ്ചക്കുള്ളിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. സാധാരണയായിട്ട് ഇങ്ങനത്തെ എക്സാമിന് ശനിയും ഞായർ അവധിയൊക്കെ കുറച്ചും കൂടെ പഠിക്കാനുള്ള സമയം കിട്ടായിരുന്നു. ഇത് അതുപോലും ഇല്ലാതെയാണ് ഉറപ്പായിട്ടും ഈ മോഡൽ എക്സാമിന് ശേഷം ഒരുപാട് കുട്ടികളുടെ കണ്ണുനീര് വീഴും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലുള്ള പല തീരുമാനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, സർക്കാർ വിദ്യാർത്ഥികളുടെ ആവശ്യം മാനിച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, ഈ ഒരു മോഡൽ എക്സാം ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രഷർ കൂട്ടാനുള്ളതെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, പ്രഷർ കൂട്ടുന്നുണ്ട് സർ, ടെൻഷൻ ആവുന്നുണ്ട് സർ എന്നുള്ള കമൻറ്റും നിങ്ങൾ എഴുതുക. ചിലപ്പോൾ എന്താണ് സർക്കാരിലേക്ക് ഇതെത്തും. മാക്സിമം ചിലപ്പോൾ അവരെന്താണ് ആ ഒരു ടൈം ടേബിൾ മാറ്റാൻ, +1 +2 ഒക്കെ കേസിൽ ഒത്തിരി ടൈം ടേബിളുകൾ മാറ്റിയിട്ടുണ്ട്. സോ മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം.